നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ചെടിയാണ് മണിമുല്ല, ആകാശമുല്ല, വെള്ളക്കണിക്കൊന്ന അഥവാ ക്ലെറോഡെൻഡ്രോൺ വള്ളിച്ചി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ചെടി. ഇതധികം പരിചരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരുന്നൊരു ചെടിയാണ്. പോട്ടിലോ മണ്ണിലോ ഒക്കെ ആയിട്ട് നമുക്കിത് നട്ടു വളർത്താവുന്നതാണ്. കണിക്കൊന്നയായിട്ട് കാണാൻ നല്ല സിമിലർ ആയതുകൊണ്ടാണ് വെള്ളക്കണിക്കൊന്ന എന്ന പേര് വരാൻ കാരണം. ഇത് മെയിൻലി നവംബർ മാസത്തോട് കൂടിയിട്ടൊക്കെ ആയിട്ട് പൂമൊട്ടുകൾ ഉണ്ടാവുകയും ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വരെയൊക്കെ നിറഞ്ഞു പൂത്ത് നിൽക്കുകയും ചെയ്യും. പൂക്കൾ മുകളിൽ നിന്നും താഴേക്കായിട്ടാണ് വിരിഞ്ഞു വരിക. അപ്പോൾ ഏകദേശം 3 മാസത്തോളം നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കും. ഹമ്മിങ് ബേർഡ്സിനെയും ബട്ടർഫ്ലൈസിനെയൊക്കെ നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യുന്ന പ്ലാന്റാണിത്. പോട്ടിലാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വലിയ പോട്ട് സെലക്ട് ചെയ്യുക. കാരണം ഇത് ഒരു ചെറിയ മരം പോലെയൊക്കെ വളരും. ഇതിന് നമുക്ക് പ്രൂണിങ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ നമ്മൾ മണ്ണിലാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിട്ട് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യും. അതുപോലെ തന്നെ പാർഷ്യൽ സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിട്ട് നടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. സമയാസമയത്തിന് പ്രൂണിങ് ചെയ്യണം. അതുപോലെ തന്നെ ജൈവവളങ്ങളായിട്ടും രാസവളങ്ങളായിട്ടൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ലാൻഡ്സ്കേപ്പിലൊക്കെ ഈ പ്ലാന്റ് ഇപ്പോൾ ഉൾപ്പെടുത്താറുണ്ട്. മെയിൻ്റനൻസ് അത്യാവശ്യം കുറവായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റും. അതായത് ഇതിൻ്റെ കമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഏകദേശം 3 മീറ്റർ മുതൽ 4 മീറ്റർ വരെ ഹൈറ്റിലാണ് ഇത് വളരുന്നത്.